5-ാം അധ്യായം 22-ാം വചനം. ഉമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു ഇന്നക ലാ തുസ്മിഉൽ മൗത എന്നും പറയുന്നു. ഇത് വ്യക്തമായി മനസ്സിലാകാത്ത ഒരു വ്യക്തികൾ കേരളത്തിലുണ്ടാവില്ല. മരിച്ചവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഖബറാളികളെ നിങ്ങൾക്ക് ഒരു നിലയിലും കേൾപ്പിക്കാൻ കഴിയില്ല. ഇന്നല്ലാഹു യുസ്മിഉ മൻ യശാ. അല്ലാഹുവാണ് മരിച്ച ആളുകളെ കേൾപ്പിക്കുന്നവൻ എന്ന് വ്യക്തമായി പരിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം 22-ാം വചനത്തിൽ പറയുന്നു. എന്നാൽ ഇതിനെ ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ മരിച്ചവർ കേൾക്കും എന്ന് ഇക്കാലയത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വ്യക്തമായി നിങ്ങൾ മറുപടി പറയണം. അല്ലാതെ നിങ്ങളുടെ നേതാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാവരുത്. ഹദീസുകൾ, ദുർബലമല്ലാത്ത ഹദീസുകളിൽ നിന്ന് വ്യക്തമായി ശ്രോതാക്കൾക്ക് അള്ളാഹു ഈ പറഞ്ഞതുപോലെ മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾ വ്യക്തമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്ന ആയത്ത് മരിച്ചവർ കേൾക്കുകയില്ല എന്ന ആശയമല്ലേ അതിൽ പറഞ്ഞത് എന്നാണ് ചോദ്യത്തിന്റെ രത്നച്ചുരുക്കം. എന്നാ മലക്കുകൾ കുടുങ്ങിയത് തന്നെ. മലക്കുകള് മരണപ്പെട്ടതിന് ശേഷം ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരാളെ മറവ് ചെയ്ത് ഹത്താ ഇദാ തവല്ല അൻഹു അസ്ഹാബുഹു അതാഹു മലക്കാനി. ഇദ്ദേഹത്തെ മറവ് ചെയ്ത് തന്റെ കൂട്ടുകാരൊക്കെ പിരിഞ്ഞു പോകുന്ന സമയത്ത് 2 മലക്കുകൾ വരും. എന്നിട്ട് അവനോട് ചോദിക്കും, മൻ റബ്ബുക വമൻ നബിയുക എന്ന് പറഞ്ഞ ചോദ്യം ഓരോ മനുഷ്യരോടും ചോദിക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ഈ കേൾക്കാത്ത ആളുകളെടുത്തേക്ക് ചോദ്യം ചോദിക്കാൻ പോകുന്ന മലക്കുകൾ എന്തിനാ പറ്റും? മലക്കുകൾ ഇനി കുടുങ്ങിയിട്ട് പോയി തന്നെ എന്നാ ഓലെ പറഞ്ഞയച്ച പടച്ചോൻ എന്തിനാ പറ്റും? ഞാനൊരു കുട്ടിനെ വിളിച്ചിട്ട് പറയാതാ ആ തൂണത് അവിടെ എന്താ അടക്കണെന്ന് പോയി ചോദിച്ചു നോക്കിയാന്ന് പറഞ്ഞാല് പോണ കുട്ടിനെ കുറിച്ചും പറഞ്ഞ എന്നെ കുറിച്ചും കൂടെ എന്താ മനസ്സിലാക്കുക? അപ്പൊ മരിച്ചവർ കേൾക്കില്ല എന്ന ആശയം വിശുദ്ധ ഖുർആനിനെതിരാണ്, സ്വഹീഹായ ഹദീസിനും എതിരാണ്. ഇനി ഞങ്ങൾ പറഞ്ഞ, ഞങ്ങളുടെ നേതാക്കന്മാര് പറഞ്ഞ പുസ്തകങ്ങൾ വായിക്കണ്ട എന്നാണ് മൗലവി ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അത് വായിക്കുന്നില്ല. നിങ്ങളെ നേതാവ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ എന്ന് പറയുന്ന അവരുടെ നേതാവ് തന്നെ ഈ വിഷയത്തിൽ എന്താണ് രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വസബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൽ മയ്യിത യസ്മഉ ഖർഅ നിആലിൽ മുശയ്യിഈന ലഹു ഇദൻ സറഫു അൻഹു. മയ്യിത്ത് തന്നെ സംസ്കരിക്കാൻ വേണ്ടി വന്ന ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം മയ്യിത്ത് കേൾക്കുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് തുടർന്ന് പറയുന്നു, വകശറ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഉമ്മത്തിഹി ഇദാ സല്ലമു അലാ അഹ്ലിൽ ഖുബൂർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിന് നിയമമാക്കിയിട്ടുണ്ട്, അവര് സലാം ചൊല്ലുമ്പോൾ അൻയുസല്ലിമു അലൈഹിം സലാമ മൻ യുഖാതിബൂനഹു. അഭിമുഖമായി സംസാരിക്കുമ്പോൾ ഒരാളോട് നാം എങ്ങനെയാണോ പറയുന്നത് അതേ പ്രകാരം. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളെ കണ്ട നമ്മൾ എന്താ പറയാ? അസ്സലാമു അലൈക്കും. അതുപോലെ മരണപ്പെട്ടവരോട് എങ്ങനെ സലാം പറയണമെന്നാണ്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളോട് എപ്രകാരമാണോ സലാം പറയേണ്ടത് അപ്രകാരം തന്നെ മരണപ്പെട്ടവരോടും സലാം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചത്. ഇവിടെ യാതൊരു വ്യത്യാസവുമില്ല. ആരാ പറയുന്നത്? ഞങ്ങളെ നേതാവല്ല, നിങ്ങളെ നേതാവ് ഇബ്നുൽ ഖയ്യിമ പറയുന്നു. ഈ സംഭാഷണം തിരിയുന്ന ആളോടും കേൾക്കുന്ന ആളോടുള്ള സംഭാഷണമാണല്ലോ. വലൗലാ ദാലിക, അങ്ങനെ കേൾക്കുകയും തിരിയുകയും ഇല്ലെങ്കിൽ
ലകാന ഹാദൽ ഖിതാബു ബിമൻസിലത്തി ഖിതാബിൽ മഅദൂമി വൽ ജമാദി. ലോകത്തില്ലാത്ത ഒരാളോട് സംസാരിച്ചതുപോലെ, അല്ലെ ജീവനില്ലാത്ത ഈ തൂണിനോട് സംസാരിച്ചതുപോലെ ആകണ്ടേ അസ്സലാമു അലൈക്കും ദാറഖൗമി മുഅ്മിനീൻ എന്നത്. അതുകൊണ്ട് മരിച്ച ആളുകൾ കേൾക്കുമെന്ന് എന്നതിന് ഹദീസിൽ ഇന്നഹും ലയസ്മഊന ഖർഗനിയാലിഹിം എന്ന ബുഖാരി ഉദ്ധരിച്ച ഹദീസും തെളിവാണ്. അവർക്ക് സലാം പറയാൻ വേണ്ടി റസൂലുള്ള കൽപ്പിച്ച ഹദീസും തെളിവാണ്. മാത്രമല്ല വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, പൂർവീകരായിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഐക്യമുള്ള വിഷയമാണ്, ഏകോപിച്ച വിഷയമാണ് മരണപ്പെട്ടവർ കേൾക്കുമെന്നത് എന്ന് ഇബ്നു ഖയ്യിം തന്റെ കിതാബുർ റൂഹ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇമാമികൾ മുഴുവനും അവിടെ തഫ്സീറുകളിൽ പറഞ്ഞതാണ്. പിന്നെന്താ ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞാൽ, അവിടെ മൗത്ത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മരണപ്പെട്ടവരല്ല, മരണപ്പെട്ട ആളുകളോട് ഹൃദയം മരിച്ച ആളുകളെ അല്ലാഹു തആല താരതമ്യം ചെയ്തതാണ്. അപ്പൊ സാധാരണയായിട്ട് ചില വാപ്പാരൊക്കെ പറയലുണ്ട്, ഓൻ പറഞ്ഞാ കേൾക്കൂല. ഇത് കേട്ടൊരു മുജാഹിദ് മനസ്സിലാക്കി ഇയാളെ കാതിനെന്തോ തകരാറ് പറ്റിയിരിക്കണ് എന്ന് മനസ്സിലാക്കി ഈ കുട്ടിനേറ്റാരോ ഹോസ്പിറ്റലിലേക്ക് പോവോ? ഓൻ പറഞ്ഞാ കേൾക്കൂലെന്ന് വാപ്പ മകനെ കുറിച്ച്. അപ്പൊ ഇത് കേട്ടൊരു മുജാഹിദ് ഇപ്പൊ എന്താ ചെയ്യണ്? അത് ശരി, ഓന്റെ കേൾവി ശക്തി ഇല്ല, എന്നാ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി നോക്കാം. ഞാൻ ആരോ പറയാം ഓൻ പറഞ്ഞാ കേൾക്കൂലെന്നതിന്റെ അർത്ഥം എന്താ? പറഞ്ഞാ സ്വീകരിക്കൂലെന്നാ. ഇത് തിരിയാത്ത ആരോ ഉണ്ടാവോ? ഇതുപോലുള്ള ശൈലി വിശുദ്ധ ഖുർആനിലുണ്ട്. അതാണ് ഇന്നക ലാ തുസ്മിഉൽ മൗത. യഥാർത്ഥ മരണപ്പെട്ടവർ കേൾക്കുന്നതുമായി യാതൊരു ബന്ധവും മൗലവി സാഹിബ് ഉദ്ധരിച്ച 2 ആയത്തുകൾക്കും ഇല്ല എന്ന് നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞു എന്നാണ് അതിന്റെ മറുപടി.